അജബല്ലി അംരിൽ ഖുർആനി, ഈ പരിശുദ്ധമായ ഖുർആന്റെ കാര്യം എത്ര അത്ഭുതകരമാണ്. നസല ജിബ്രീലു ബിൽ ഖുർആനി, മഹാനായ ജിബ്രീൽ അലൈഹിസ്സലാം പരിശുദ്ധമായ ഖുർആനുമായി ഇറങ്ങി. ഫഅസ്ബഹ ജിബ്രീലു അഫ്ളൽ മലായികത്തി, അപ്പോൾ ജിബ്രീൽ അലൈഹിസ്സലാം അല്ലാഹുവിന്റെ മലക്കുകളിൽ ഏറ്റവും ശ്രേഷ്ഠരായി. നസലൽ ഖുർആനു അലാ മുഹമ്മദിൻ സല്ലല്ലാഹു അലൈഹി വസല്ലം, പരിശുദ്ധമായ ഖുർആൻ മുത്തുനബിക്ക് അവതരിപ്പിച്ചു. ഫസാറ സയ്യിദൽ ഖൽഖി വ ഇമാമൽ അംബിയാഇ, അപ്പോൾ മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം സൃഷ്ടികളിൽ നേതാവും പ്രവാചകന്മാരുടെ ഇമാമുമായി മാറി. ജാഅൽ ഖുർആനു അലാ ഉമ്മത്തി മുഹമ്മദിൻ സല്ലല്ലാഹു അലൈഹി വസല്ലം, പരിശുദ്ധമായ ഖുർആൻ മുത്തുനബിയുടെ ഉമ്മത്തീങ്ങൾക്ക് വേണ്ടിയാണ് അല്ലാഹു അവതരിപ്പിച്ചത്. ഫഅസ്ബഹത്ത് ഖൈറ ഉമ്മത്തിൻ, അപ്പോൾ ഈ സമുദായം മറ്റു സമുദായങ്ങളെക്കാൾ ഉത്തമ സമുദായമായി മാറി. നസറൽ ഖുർആനു ഫീ ശഹ്രി റമളാന, പരിശുദ്ധമായ ഖുർആൻ റമളാൻ മാസത്തിലാണ് അവതരിപ്പിച്ചത്. ഫഅസ്ബഹ ഖൈറ ശുഹൂരി, അപ്പോൾ റമളാൻ 12 മാസങ്ങളിൽ ഏറ്റവും ശ്രേഷ്ഠമായ മാസമായി മാറി. നസറൽ ഖുർആനു ഫീ ലൈലത്തുൽ ഖദ്രി, റമളാനിലെ തന്നെ ഖദറിന്റെ രാത്രിയിലാണ് പരിശുദ്ധമായ ഖുർആൻ ഇറങ്ങിയത്. ഫഅസ്ബഹത്ത് ഖൈറൻ മിൻ അൽഫി ശഹർ, അപ്പോൾ ആ രാത്രി 1000 മാസത്തേക്കാൾ ശ്രേഷ്ഠമായ രാത്രിയായി.